Parents, please move out. Please move out. Parents, please move out. We have to take the responsibility. Where students or people of determination have come together to form a musical band. So when they come on stage, please give them a big round of applause. Varun, Maestri, Rehan, Rosham, and supporting them. The greatest gift of all. Only the one, birthday, and someone. Wheels take us ahead. They keep us moving with speed and ഇന്ത്യക്ക് പുറമേയുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ എക്സ്പോയ്ക്ക് സാക്ഷിയായാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിൽക്കുന്നത്. അപ്പോ അതിനൊരു കൈയടി കൊടുത്ത് നമുക്ക് ആദ്യം തുടങ്ങാം. എനിക്കറിയാം എല്ലാവരും കാത്തിരിക്കുന്നത് വേറൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ എല്ലാവരും ഓൾറെഡി സീറ്റൊക്കെ പിടിച്ച് എത്രയോ നേരത്തെ വന്നിരിപ്പുണ്ട്. പക്ഷെ അതിനൊക്കെ മുമ്പ് ഇതൊക്കെ സാധ്യമാക്കി തന്ന ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ തുടങ്ങാനായിട്ട്. ഇന്ന് നമ്മൾ മലയാളികൾ എല്ലാവരും അഭിമാനത്തോടുകൂടി നിൽക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് മുമ്പേ ഈ പാത വേണ്ട ആൾക്കാർക്ക് ഞാൻ മിഥുൻ നിങ്ങളോടൊപ്പം ഇന്ന് വൈകുന്നേരം ഉണ്ടാവും. ഇവിടെ എല്ലാവരും കാണാൻ വന്നിരിക്കുന്നത് ഒരാളെയാണെന്നുള്ളത് അറിയാം. അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണെന്ന് അറിയാം. അതിന് കുറച്ച് നേരത്തെയും കൂടി കാത്തിരിപ്പുണ്ട്. മോഹൻലാൽ ഫാൻസ് മാത്രം ഇച്ചിരി വെള്ളം ചെയ്യട്ടെ. അപ്പൊ അതിലേക്ക് കടക്കാം നമുക്ക്. അതിന് കുറച്ച് സമയം കൂടി വിടും. Thank you. Please stay back. And now the next award, the Business Icon Award 2025 അടുത്ത അവാർഡ്. ഇതും വളരെയധികം നമുക്ക് കേട്ട് പരിചയമുള്ള ഒരു പേര് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ആരാണെന്ന് അറിയാനായിട്ട് വീഡിയോ കാണാം. Pahelisha Kaliyat. They call Pahelisha Kaliyat. Ladies and gentlemen, please put your hands together for the man of steel, Pahelisha Kaliyat. കല്യാൺ TMT സ്റ്റീൽ ബാസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരേ വീട് വെക്കാൻ നോക്കുന്ന ആൾക്കാർ പ്രത്യേകമായിട്ട് കണ്ടുപിടിച്ച് നോക്കുന്നുണ്ടാവും. അപ്പോൾ കല്യത്തിന്റെ സ്വന്തം പഹലിഷ കല്യത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വഴിയായിരിക്കും അദ്ദേഹത്തിന്റെ എൻട്രി. ഒരു നല്ല കൈയടി കൊടുത്ത സ്വാഗതം അറിയിച്ചു. Sir, to do the honors of presenting him with the award. Kindly Steels and Alloys Private Limited Director, Pahelisha Kaliyat. It's our pride and honor to actually present him with the Business Icon Award 2025. Gulf Madhyam the Business Icon Award 2025 നൽകി ശ്രീ Pahelisha Kaliyatine ഈ വേദി നമ്മൾ ആദരിക്കുന്നു.
ക്ലൈമാക്സ് എത്തി നിൽക്കുന്നു. നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന മലയാളത്തിന്റെ മോഹൻലാൽ എത്തുന്ന നിമിഷം. ശരി, ലാലേട്ടനെ കാണാറായോ? ലാലേട്ടനെ കാണാൻ കാത്തിരിക്കാണോ? ഗൾഫ് മാധ്യമം നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചപ്പോൾ ഹൃദയപൂർവ്വം ആ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ എല്ലാവരും എത്തി. എത്രയോ നേരത്തെ ഇവിടെ വന്ന് ഇരിപ്പിടങ്ങൾ തേടി എത്തി വന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇവിടെ. അവരോടൊക്കെ പ്രത്യേകം നന്ദി പറയട്ടെ. ഒരുപാട് ആൾക്കാർ നമ്മളെ പോലെ ഭാഗ്യമില്ലാതെ വെളിയിൽ നിൽപ്പുണ്ട്, ഇത് കിട്ടാതെ. അതുകൊണ്ട് ഇനി കാത്തിരിപ്പില്ല. മോഹൻലാലിനെ ഇഷ്ടമുള്ള എല്ലാവരും ചെറുതിച്ചിരി വേണം. എന്നിട്ട് സ്ക്രീനിലോട്ട് നോക്കാം. ലൈവായിട്ട് ലാലേട്ടൻ വരുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോഴാണ്. Take a look at the screens, everyone. Take a look at the screens. In a few seconds, നമ്മുടെ എമ്പുരാൻ എഴുന്നള്ളുകയാണ്. മലയാളത്തിന്റെ മോഹൻലാൽ ഇനിയും തുടരുമെന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം തുടർന്നിക്കൊണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. കയറി വരുമ്പോ ഷാർജയുടെ സ്നേഹം, UAE സ്നേഹം എന്താണെന്ന് അദ്ദേഹം അറിയണം. അതിന് ഏറ്റവും കൂടുതൽ സ്നേഹം നിങ്ങൾ കാണിക്കുക കേട്ടോ. എനിക്കറിയാം, ഒരു കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് തന്നെ കൈ തട്ടി സ്നേഹം അറിയിക്കാൻ പറ്റാത്തത് കൊണ്ട് മാക്സിമം ഉറച്ച് വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ സ്നേഹം അറിയിക്കാം. All the male Mohanlal fans in the house, make some noise. All the female fans, make some noise. And that's what like it. Lo and behold, on the screen you will see എമ്പുരാന്റെ എഴുന്നള്ളത്ത്, മലയാളത്തിന്റെ മോഹൻലാലിന്റെ എഴുന്നള്ളത്ത്. 45 വർഷമായി മലയാളിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തിയുടെ എഴുന്നള്ളത്താണ് നടക്കാൻ പോകുന്നത്. ആൻഡ് ഷാർജ, ഗെറ്റ് റെഡി ടു വെൽക്കം ഹിം. ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ എക്സ്പോ ആയ കമോൺ കേരളയിൽ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ലാലേട്ടനെ. കാണണോ? സ്ക്രീനിൽ കാണാമോ? The superstar of India, the complete actor, Mohanlal. അദ്ദേഹത്തിന്റെ ആ വരവില് ചെണ്ടമേളമുണ്ട്, നമ്മുടെ അയാള ഡാൻസ് ഉണ്ട്, അയാള മേളങ്ങളുണ്ട്, അറബി താളങ്ങളും നമ്മുടെ നാടൻ താളങ്ങളും എല്ലാം ചേർന്നും ഗ്രാമി അവാർഡ് വിന്നറായ മനോജിന്റെ വയലിനും ഒക്കെ ചേർത്താണ് നമ്മൾ അദ്ദേഹത്തിന് സ്വാഗതം അരുളുന്നത്. നിങ്ങൾക്ക് കാണാം, ആ സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ ആയിരിക്കും അദ്ദേഹം ഇങ്ങോട്ട് വരുന്നുണ്ടാവുക. ചെണ്ടമേളം ഒരുക്കി UAE അദ്ദേഹത്തിന് ഇവിടേക്ക് ക്ഷണം വരുന്നു, അദ്ദേഹത്തിന് സ്വാഗതം വരുന്നു. ഒരു ഇച്ചിരി സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാവരും കാണാം. എനിക്കറിയാം, ആ സൈഡിൽ അക്ഷമരായിട്ട് കാത്തു നിൽക്കുന്ന ആൾക്കാരെ മൊബൈലും ചൂണ്ടി അവിടേക്ക് അദ്ദേഹത്തിന്റെ ആ വരവ്, ആ എൻട്രിയുടെ ആ ഷോട്ട് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണെന്നുള്ളത്. ആ ഷോട്ട് ഇപ്പം നിങ്ങൾക്ക് കിട്ടും. അതിനിടയ്ക്ക് അദ്ദേഹം അവിടെ രവീന്ദ്ര സാറിന്റെ ഒരു ചിത്രങ്ങളുടെ ശേഖരം, അതിന്റെ ഇനോഗ്രേഷൻ ഓൺ ദ വേ അദ്ദേഹം ചെയ്യുന്നത്. അത് ചെയ്താണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്ക് എല്ലാവരും പ്രിയപ്പെട്ട ലാലേട്ടൻ ഒത്തിരി സമയത്തിനുള്ളിൽ ഈ വേദിയിനുള്ളിൽ എത്തും. നിങ്ങൾക്ക് കാണാം അത് ലൈവായിട്ട്. എനിക്കാണ് ഇവിടെ തുടരും കണ്ട എത്ര പേരുണ്ട്? കൈവക്കിയേ. തുടരും കണ്ട ആൾക്കാരുണ്ട്. എല്ലാവരും കണ്ടു. 200 കോടി കളക്ഷൻ കഴിഞ്ഞു. തുടരുമില്ലേ? ഓക്കെ, അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത് തീർച്ചയായും accompanied by the whole entourage of Gulf Madhyamam and our sponsors. He's on his way here. Abba, let's all make sure that he feels loved. Everybody, get ready to welcome നിങ്ങളുടെ സ്വന്തം ലാലേട്ടൻ. ആ വേദിയുടെ ആ ഭാഗത്ത് അദ്ദേഹം എത്തിക്കഴിഞ്ഞു. നൃത്തം ചെണ്ടമേളത്തിന്റെ ആരവത്തോടുകൂടി മലയാളത്തിന്റെ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിനെ ഈ വ്യക്തി നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്.
പറഞ്ഞ് ഈ സ്വാഗതം നൽകുമ്പോൾ ചെണ്ടമേളത്തിൽ നമ്മൾ തുടങ്ങി, അയാൾ ആ ഡാൻസ് നൽകി. ഇനി മലയാളത്തിൽ നിന്നും ഗ്രാമി അവാർഡ് സ്വന്തമാക്കിയ നമ്മുടെ സ്വന്തം വയലിനിസ്റ്റ്, നമ്മുടെ സ്വന്തം മനോജ് ജോർജ്, the Grammy Award winning violinist, will welcome him with a tribute to Lalendra. Rada, stage all yours. ലാലേട്ട, ഒത്തിരി സന്തോഷം. ഹലോ ദുബായ്, ഹലോ ഷാർജ, ഒത്തിരി സന്തോഷം ലാലേട്ടിന് വേണ്ടിയിട്ട് ഈ ഒരു ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചതിൽ. ലാലേട്ടിൻ്റെ സിനിമയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറേ പാട്ടുകളാണ്. ഒത്തിരി സ്നേഹത്തോടെ ലാലേട്ട, താങ്ക് യു. ഈ പാട്ടുകളിൽ ഓരോന്നും മനസ്സിലാവുമ്പോ ഒരു കയ്യടി ഉയരണം, കൂടെ പാടണം, അല്ലേ മനോജ്? അതാണ് വേണ്ടത്. Over to Manoj George. Please settle down everyone, please settle down. ലാലേട്ട നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മളോടൊപ്പം ചെലവഴിക്കാൻ ഇവിടെ ഉണ്ട്. So please settle down. സാർത്ഥകമായ 25 സംഗീത വർഷങ്ങളിലൂടെ മലയാളത്തിന്റെ പ്രിയങ്കരനായി തുടരുന്ന വിധു പ്രതാപ്. റിയാലിറ്റി ഷോ വിജയിയിൽ നിന്ന് ചാർട്ട് ഹിറ്റുകളിലേക്ക് വളർന്ന ലിവിങ്സ് കറിയ. ആരാധക ഹൃദയങ്ങളെ സ്വന്തമാക്കിയ റിയാലിറ്റി വിന്നർ ആരംഭിച്ചു.
മാധുര്യം ആസ്വാദക ഹൃദയങ്ങളിൽ കുളിർമഴയാക്കുന്ന മൃദുലാവാര്യം. പടകമടിച്ച് പാട്ടിയ പടകേറി ില്ലം ധില്ലം ധളങ്കണക്ക ചെണ്ടമറങ്ങ മേലെ കാവിൽ പൂരൻ കാവടി തീരി കോരടി മാണ്ടി പടയണി മേളം പച്ചമുറുക്കട വാഴ്പയറ്റടി പൂഴിക്കടകത്ത് ചാടി കെട്ടി വരമ്പിനെ വെട്ടി തോതിര കടകമുടിയും തടയും താളം കടകൾ താളം प्यार हो गए और क्या सोचे दिन ढस लिया बिछुआ जैसे आए राम जाने श्याम जाने तन मन दिल से क्या होगा आगे बुलंदर भरनारी गोविंद संगति पाण्यती मंगलम गोविंद हे बोलो बोलो राधे हे चित्तारम കൊണ്ടുന്ന നേരോ നേരോ നെഞ്ചിൽ തുള്ളാട്ടം ഹേ ഗോവിന്ദ ആയകായി ഒഴുകി വന്നാൽ നിന്നാട്ടം അസുര തലമറക്കും തുള്ളാട്ടം ആണ്ടവൻ ഇറങ്ങി വന്നാൽ നീയാട്ടം ആരും മതിമറക്കും വെള്ളാട്ടം പൂരം ഇനി അറുമുകളുടെ കാലം രണത്തിന് വിളകണ പൊടി പൊട്ടിക്കണ കാലം കൊമ്പ് മതി വിലമണം നമ്മുടെ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ ചിരിയായി, നോവായി, വിതുമ്പലായി, പകയായി, പ്രതികാരമായി, പ്രണയമായി നിറഞ്ഞ ലാൽ ഭാവങ്ങൾ. ജീവസും തേജസ്സും ഉള്ള നിന്റെ പഴയ ഗംഗയെ തിരിച്ചു തന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിലൊരു രാത്രി കൂടി നീ എനിക്ക് തരണം പ്ലീസ്. അമ്മേ सवारी गिरी गिरी Narcotics is a dirty business. Every inch of him is put into the character. You make every role unforgettable. Please keep it going. We love you, Lalita. You're amazing. I love Malayalam cinema. Mohanlal is just... Shashad Mohanlal? Mohanlal. Yeah, Mohanlal. 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 Yeah, Mohanlal. Mohanlal. Lalita മോഹൻലാൽ മോഹൻലാൽ Yes, the Lalita. هاي جدا جدا يا فنان وبحب كل اعمالك انت العشق مهلال. ഇനി വെച്ച് താമസിക്കാൻ പാടില്ല അല്ലേ? പക്ഷേ ലാലറ്റിനെ ഇവിടെ എത്തിച്ച കുറച്ച് ആൾക്കാരെ വേദിയിലോട്ട് വിളിച്ചിട്ട് ലാലറ്റിനെ വിളിക്കട്ടെ. അതിനുവേണ്ടി ആദ്യം ദ ചീഫ് എഡിറ്റർ ഓഫ് ഗൾഫ് മാധ്യമം ശ്രീ ഹംസബ സാറിനെ വേദിയിലേക്ക് ആദ്യം സ്വാഗതം ചെയ്യുന്നു. മലയാളത്തിന്റെ മോഹൻലാൽ, let's welcome Lalan and everyone. ഇനിയും ഒരുപാട് ആൾക്കാർ ഇവിടെ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം ഇന്നത്തെ ട്രാഫിക്കും കാര്യങ്ങളുമായിട്ട് കുറേ പേര് നമ്മളിന്ന് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ
മറ്റ് ചടങ്ങുകളിലൊക്കെ കടക്കുന്നതിന് മുമ്പ് ലാലേട്ടൻ്റെ 2 വാക്ക് കേൾക്കട്ടെ. ഞാൻ നേരെ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള മൊമെന്റോസും കാര്യങ്ങളിലേക്കും കടക്കാണ്. അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ CEO ഗൾഫ് മാധ്യമം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഫോർ ദ ഇന്ത്യൻ ബിസിനസ് ഐക്കൺ അവാർഡ്. ലെറ്റ് മീ വെൽക്കം സക്രിയ മുഹമ്മദ് ഓൺ ടു ദ സ്റ്റേജ്. സക്രിയ മുഹമ്മദ്, may I request your presence here on stage, sir? ലാലേട്ടന് വേണ്ടി നമ്മളൊരു സംഭവം ചെയ്തിട്ടുണ്ട്. ലാലേട്ടന് വേണ്ടി ബിയോണ്ട് ബോർഡേഴ്സിന്റെ ഭാഗമായി 100 ലക്ഷങ്ങളിൽ വി ലവ് യു ലാലേട്ട എന്ന് പറഞ്ഞൊരു മൊമെന്റോ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോ അത് നൽകാനായി നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് എഡിറ്റർ ഗൾഫ് മാധ്യമം ശ്രീ ഹംസബാസ് സാറിനെ ഏൽപ്പിക്കുന്നു. ഷാർജ, ബിയോണ്ട് ബോർഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളത് വളരെ മീൻ ചെയ്ത് തന്നെയാണ് പറഞ്ഞത്. ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും ഭാഷാ ഭേദമന്യേ നമ്മുടെ ലാലേട്ടനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. 100 ഭാഷകളിൽ വി ലവ് യു ലാലേട്ട എന്നുള്ളത് പ്ലീസ് ലെറ്റ്സ് ബ്രിങ് ഇറ്റ് ഓൺ. കാണാം ഏതൊക്കെ ഭാഷകളാണ് ഉണ്ടെന്നുള്ളത്. Under the period of His Highness Sheikh Dr. Sultan bin Mohammed Al Qasmi, the member of the Supreme Council and ruler of Sharjah. അദ്ദേഹത്തിന്റെ പേരിലാണ് നമ്മുടെ കമോൺ കേരള നടക്കുന്നത്. Dr. B. Ravi Pillai, the chairman, RP Group of Companies. RP Group of Companies പക്ഷേ ലാലേട്ടന് തിരിച്ചൊരു സ്നേഹം അറിയിക്കുന്നുണ്ട്. ലാലേട്ടനോടുള്ള സ്നേഹവും ആദരവും അവർക്ക് അറിയിക്കാൻ ഒരു അവസരം വേണമെന്ന് അവർ പറഞ്ഞു. പ്ലീസ് ബ്രിങ് ഔട്ട് കൊണ്ടു. നമ്മുടെ ലാലേട്ടനെ ഒരു പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ് RP Group of Companies. ഇത് 45 വർഷം നമുക്ക് വേണ്ടി ഇത്രയധികം ക്യാരക്ടേഴ്സ് ചെയ്തു. Thank you. എല്ലാവർക്കും ഒരുമിച്ച് ഒരു പിക്ചർ. Just one picture, everyone together. Thank you. Thank you. All the sponsors. ലാലേട്ടനെ മാത്രം ഞാനൊന്ന് വേദി നൽകിക്കൊണ്ട് നിങ്ങൾ എല്ലാവരും. Please, thanks a lot. Thank you. Thank you for the presence. Thank you for gracing the stage. ലാലേട്ടാ. എല്ലാവരും നമ്മുടെ ഷാർജ, are you ready? Are you ready to hear from Allah?
ശരി, ലാലേട്ടന്റെ പുരുഷ ഫാൻസ് മാത്രം ഇച്ചിരി ബഹളം തന്നെ കേൾക്കട്ടെ. ഇനി ലാലേട്ടന്റെ സ്ത്രീകളായിട്ടുള്ള ഫാൻസ് മാത്രം വന്നേ. ഇനി ഒരുമിച്ച്. That's how much we love you, Lalata. To your words. ഈ ലോകത്തിലുള്ള എല്ലാ എൻ്റെ പ്രണാമം. ഹാപ്പി മദേഴ്സ് ഡേ. Distinguished dignitaries, respected guests, friends and fellow members of the global Kerala community. Good evening and namaskaram. It is both an honor and a privilege to stand before you today at this remarkable gathering, Come On Kerala, the largest Indian event in the GCC, held under the esteemed patronage of His Highness Sheikh Sultan. Thank you for the warm welcome. It was a wonderful welcome. Thank you so much. So honored and overwhelmed എന്ന് പറയുന്നത്. ആദ്യമേ ഈ സ്നേഹാദരത്തിന് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു തുടങ്ങട്ടെ. കടലോളമുള്ള ഈ സ്നേഹപ്രകടനത്തിന് ഒറ്റ വാക്കിലുള്ള മറുപടി ഞാൻ പറയാം: തുടരും. ഈ സ്നേഹം തുടരും. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ രക്ഷാകർത്തത്തിലുള്ള ഈ വേളയിൽ മലയാളത്തെയും ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് എനിക്ക് അഭിമാനമുണ്ട്. ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം തെളിയിക്കുന്നതാണ് കം ഓൺ കേരള എന്ന GCCയുടെ ഏറ്റവും വലിയ ഇന്ത്യൻ ഇവന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗൾഫ് മാധ്യമവുമായി മുമ്പും എനിക്ക് സഹകരിക്കാനായിട്ടുണ്ട്. ദുബായ് സർക്കാരിനൊപ്പം ചേർന്ന് നടത്തിയ എൻ്റെ സ്വന്തം മലയാളം പരിപാടിയിൽ പ്രിയപ്പെട്ട MT സാർ ഉൾപ്പെടെ 15 വിശിഷ്ട വ്യക്തികൾക്കൊപ്പം ഞാനും ഉണ്ടായിരുന്നു. പിന്നീട് മലയാള അക്ഷരങ്ങൾ കോർത്തിണക്കി മാധ്യമവും അമ്മയും ചേർന്ന് നടത്തിയ അക്ഷരവീട് പദ്ധതിയിൽ അതിനെല്ലാം ഏറെ ആത്മസംതൃപ്തി നൽകിയതാണ് നമുക്കുമായി കൊള്ളട്ടെ. ബിയോണ്ട് ബോർഡേഴ്സ്, അതിരുകൾക്കപ്പുറം എന്നാണ് ഈ വർഷത്തെ ഈ കൂട്ടായ്മയുടെ പ്രമേയം. കലാകാരൻ എന്ന നിലയിൽ അതിൻ്റെ വല്ലാതെ ആകർഷിച്ച ഒരു തീമാണ്, ഒരു ടൈറ്റിലാണ്. ഈ ഭൂമിയിൽ മനുഷ്യരുണ്ടാക്കുന്ന അതിരുകളെ കച്ചവടത്തിലൂടെയും കലയിലൂടെയും നാം തന്നെ ഭേദിക്കുകയും മറികടക്കുകയും ചെയ്യുന്നതിന് ലോകചരിത്രം തന്നെയാണ് സാക്ഷി. കാലുഷ്യങ്ങൾക്കും കലാപങ്ങൾക്കും അപ്പുറം ശാന്തിയുടെയും ആസ്വാദനത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശങ്ങൾ ലോകങ്ങൾ കൈമാറുന്നത് കലയിലൂടെയും കച്ചവടത്തിലൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചരിത്രത്തിനപ്പുറം മുതൽക്കേ നമ്മുടെ രാജ്യങ്ങൾ തമ്മിൽ കച്ചവട ഇടനാഴികൾ നിലനിന്നിരുന്നു. നമ്മൾ സംസാരിക്കുന്ന മലയാള ഭാഷയിൽ പോലും അറബി വാക്കുകളുടെ അല്ലെങ്കിൽ പേർഷ്യൻ വാക്കുകളുടെ സ്വാധീനം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 1001 രാവുകളിലെ കഥകൾ കേട്ടും വായിച്ചു വളർന്ന കൗമാരമായിരുന്നു ഞങ്ങളുടേത്. എന്നാൽ അറബി കഥയിൽ കേട്ടറിഞ്ഞ അറബിയേക്കാൾ മനോഹരമാണ് ഈ നാട് എന്നാൽ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ മലയാളികളുള്ള രാജ്യവുമാണല്ലോ UAE. അതിനാദ്യം നന്ദി പറയേണ്ടത് UAEയിലെ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളെയാണ്. പക്ഷേ ഇന്ത്യക്ക് പുറത്ത് ഞാൻ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന രാജ്യമാണ് UAE. അതെനിക്ക് നേടാനായത് അതിരുകൾക്കപ്പുറം നേടുന്ന കലയുടെ സ്വാധീനം കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംഗീതത്തിന് ഭാഷയില്ല എന്ന് നാം പറയും. നമ്മുടെ സംഗീതത്തിൽ ഈ സൂഫി അറബ് സംഗീതത്തിൻ്റെ സ്വാധീനവും പ്രകടമാണ്. അതുപോലെ തന്നെയാണ് സിനിമ അടക്കമുള്ള കലയുടെ കഴിവ്. കലയ്ക്കും കലാകാരന്മാർക്കും മാത്രമാവണം മനുഷ്യനിർമ്മിതമായ എല്ലാ അതിരുകളെയും അപ്രസക്തമാക്കിക്കൊണ്ട് എവിടെയുമുള്ള സാധാരണ മനുഷ്യരുടെ വിചാരങ്ങളെയും ധർമ്മസങ്കടങ്ങളെയും പ്രതിനിധാനം ചെയ്യാനും ആവിഷ്കാരം ചെയ്യാനും സാധിക്കുക.
അതിരുകൾ മായ്ക്കുന്ന ഈ ആദരം സിനിമാ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച വലിയ അംഗീകാരമാണ്. അതിലേറെ ഉത്തരവാദിത്തമാണ്. എന്നും ഈ സ്നേഹ തണലിൽ ഇരിക്കണമെന്നാണ് ആഗ്രഹം. Into the soul of Kerala, receiving, reading, and ever welcoming. In the spirit of togetherness and progress, let us walk forward, hand in hand, forging bonds that last well beyond these 3 days of celebration. ഒരുപാട് നന്ദി. താങ്ക് യു. ശുക്രാൻ. നന്ദി. നമസ്കാരം. നമുക്ക് വെരി ഇൻസൈറ്റ്ഫുൾ വേർഡ്സ് ലാലേട്ട. താങ്ക് യു ഫോർ ഓൾ ദ കൈൻഡ് വേർഡ്സ് അബൌട്ട് UAE as well. നമുക്ക് 1-2 പുരസ്കാര സംഭവങ്ങൾ കൂടി ഉണ്ട് ലാലേട്ട. അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങളെ എല്ലാവരെയും ഒരുപക്ഷെ രാവിലെ നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ യാത്രകൾ ഏറ്റവും സുഗമമാക്കുന്ന നമ്മുടെ റേഡിയോയിലെ ലാലേട്ടനൊപ്പം ലൂസിഫറിലും എമ്പുരാനും അഭിനയിച്ച നമ്മുടെ പ്രിയപ്പെട്ട നൈലെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഹലോ, വെൽക്കം. ആദ്യമേ തന്നെ ഇന്ന് നൈല വേദിയിൽ നിൽക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, 96.7 FM ഈ വരുന്ന ജൂൺ 9 അങ്ങനെ നിങ്ങളുടെ കൂടെ 21 വർഷം പിന്നിടുകയാണ്. അപ്പൊ അതിൽ രാവിലെകളിൽ ആദ്യം മുതലേ സംസാരിച്ചിട്ടുള്ള നൈലയെടുത്ത് സംസാരിക്കുന്നത് ഇപ്പം ആയിക്കോട്ടെ. Thank you very much. First of all, good evening, Sharjah. Good evening to all the Mohanlal fans here. ഈ ഷാർജ കോർണിഷ് ഏരിയയിലോട്ടൊന്നും കടക്കാൻ പറ്റുന്നില്ല, അത്രയധികം ലാലേട്ടൻ ഫാൻസ് നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ 2 വാക്കൊന്ന് പറഞ്ഞോട്ടെ. ആദ്യം തന്നെ എനിക്ക് ലാലേട്ടനെ ഇങ്ങനെ അടുത്ത് കിട്ടുമ്പോൾ പറയാനൊരു ആഗ്രഹമുള്ള ഒരു കാര്യം ഒന്നും പറയാണ്. സ്റ്റീഫൻ ഷർട്ടില് ചോര. I have always been, ഞാൻ ലാലേട്ടനെ ഒരുപാട് പ്രാവശ്യം സ്റ്റേജുകളിൽ വെച്ചാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. ഞാനൊരു ഹ്യൂജ് ലാലേട്ടൻ ഫാനാണ്. ഇത് എനിക്ക് തിരിച്ചറിഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ പോയി തുടരും എന്ന സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ്. കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ തിയേറ്ററിൽ തണുത്ത് ബെൻസിന്റെ ജീവിതകഥ ഇമോഷണലായിട്ട് ഞാനും ഇങ്ങനെ തണുത്ത് വരച്ചിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ലാലേട്ടൻ്റെ ആ ഫൈറ്റ് സീന് വന്നപ്പോൾ ഉണ്ടല്ലോ മോനെ, ഞാനിങ്ങനെ എൻ്റെ ജാക്കറ്റൊക്കെ മാറ്റി കൈയടിച്ച് കൂകി വിളിച്ച് at the same time I'm literally crying from the theater. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ സൈഡിലിരിക്കുന്ന എല്ലാവരും കരയുന്നുണ്ട്. ഇത് ബെൻസിനും ഷൺമുഖിനും വേണ്ടി ആയിരുന്നില്ല, അത് നമ്മുടെ ലാലേട്ടനോടുള്ള സ്നേഹം, ലാലേട്ടൻ ഫൈറ്റ് ചെയ്യുമ്പോൾ ഉള്ള സ്നേഹം, ലാലേട്ടൻ കരയുമ്പോൾ, ലാലേട്ടൻ അതിനുശേഷം കുടുംബത്തെ ചേർത്ത് പിടിക്കുമ്പോൾ ഒക്കെ നമ്മൾ വർഷങ്ങളായി കണ്ടുവന്നിരുന്ന ആ ഒരു ലാലേട്ടനോട് നമുക്ക് ഇത്രയധികം സ്നേഹമുണ്ടെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ്. സോ ലാലേട്ട, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ലാലേട്ടൻ. ലാലേട്ടൻ്റെ ബാക്ക് സ്ക്രീനിൽ കാണുന്ന പല 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 ക്യാരക്ടേഴ്സ് ഇങ്ങനെ വന്നു പോകുമ്പോൾ ഒക്കെ നമ്മുടെ ഒരു ലൈഫാണ്, നമ്മുടെ ലൈഫ് ലൈനാണ്. സോ താങ്ക് യു സോ മച്ച് ലാലേട്ട. 21 വർഷത്തിന്റെ ഈ ഒരു യാത്ര, അത് ആ യാത്രയിൽ തീർച്ചയായും കഴിഞ്ഞ 7 വർഷവും ഗൾഫ് മാധ്യമത്തിന്റെ കമോൺ കേരളയുടെയും ഭാഗമായി നിങ്ങളോടൊപ്പം ഉണ്ടാവാൻ സാധിച്ചു. അതിന് ഗൾഫ് മാധ്യമം നൽകുന്ന ഈ ഉപഹാരം ഞാൻ അടുത്ത നമ്മുടെ സ്പോൺസേഴ്സിന് നൽകുന്ന സ്നേഹാദരമാണ്. തീർച്ചയായും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു പേര് മാത്രമേ നമ്മൾ പറയേണ്ടി വന്നുള്ളൂ. അപ്പോഴേക്കും ഇവരെല്ലാവരും ഞങ്ങളും ഉണ്ടാവും ഈ യാത്രയിൽ, കമോൺ കേരളയുടെ ഈ യാത്രയിൽ, ബിയോണ്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന യാത്രയിൽ എന്ന് പറഞ്ഞ് അപ്പം തന്നെ നമ്മളോടൊപ്പം വന്ന ആൾക്കാരെയാണ് ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഒപ്പം ഗൾഫ് മാധ്യമത്തിന്റെ പ്രതിനിധി ശ്രീ സലീം അമ്പലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സലീം അമ്പലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിനോടൊപ്പം നിന്നാണ് നമ്മുടെ ഈ ആദരങ്ങൾ നമ്മൾ നൽകുന്നത്. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവരുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയൊരു ഷോ ഇങ്ങനെ അറ്റം തൊട്ട് അങ്ങറ്റം വരെ നിൽക്കുന്ന നിങ്ങളെ എല്ലാവരും ഇവിടെ ഹോസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ അവരോടുള്ള സ്നേഹം തീർച്ചയായും കൈയിലൂടെ അറിയിക്കുക. The CEO of 10X Properties, let me welcome on stage the man Sukesh Govindan.